സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കഷ്ടപ്പാടുകളും അധ്വാനങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ വേദന വളരെ വലുതാണ്. സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു കുടുംബം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്കൊരു മകൾ ജനിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് അവരുടെ സാമ്പത്തികമായ സുസ്ഥിതിയുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചികിത്സകളൊക്കെ ചെയ്ത് ഏകദേശം 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മകൾ ജനിക്കുന്നത്. മറുവശത്ത് അത്രയും നാളത്തെ പ്രാർത്ഥനയും നേർച്ച കാഴ്ചകളുമുണ്ട്. വലിയ സന്തോഷമായി. കാരണം കാത്തിരിപ്പിൻ്റെയും അതോടൊപ്പം പ്രാർത്ഥനയുടെയും നേർച്ച കാഴ്ചകളുടെയൊക്കെ ഫലമായിട്ടാണ് ഈ മകൾ ജനിച്ചത്. ഈ മാതാപിതാക്കൾ വളരെ തിരക്കേറിയ വ്യക്തികളായിരുന്നു. അവരുടെ ജോലി, അവരുടെ പ്രൊഫഷൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഈ മകൾ ജനിച്ചു. ഏതാനും നാളുകൾ മാത്രം മകളോടൊപ്പം ചെലവഴിക്കുവാനായിട്ട് സാധിച്ചു. പിന്നീട് ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിച്ചിട്ട് അവരവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് പോകുമായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് വരും. ഏകദേശം ഒരു ദിവസം ഈ കുഞ്ഞിനെ ലാളിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനൊക്കെ സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാസങ്ങൾ, വർഷങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഗ്രാൻഡ് പേരൻസിൻ്റെ കീഴിലാണ് ഈ കൊച്ചുമകൾ വളർന്നു വരുന്നത്. അപ്പനെയും അമ്മേനെയും ഒക്കെ വിളിച്ചാൽ കിട്ടാനും അല്ലെങ്കിൽ അവരോട് ഹൃദയം തുറന്നു പറയാനൊക്കെ സമയമില്ല. കാരണം അത്രമാത്രം ജീവിതത്തിൽ തിരക്കുള്ള, സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളായിരുന്നു ഈ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ ഈ മകൾ തൻ്റെ വിഷമമെല്ലാം പറയുക ഗ്രാൻഡ് പേരൻസിനോടായിരുന്നു. ഇനിയും സാധാരണ കുട്ടികളെ പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, 12ാം ക്ലാസ് കഴിഞ്ഞു, നല്ല തീരുമാനമൊക്കെ എടുത്തു. അങ്ങനെ ഈ മകൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചേരുകയാണ് ചെയ്യുന്നത്. ഡോക്ടറാകുവാനായിട്ട് MBBSന് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള പഠന കാലയളവിൽ ഏതാനും വർഷങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വന്നു. ഹോസ്റ്റലിൽ കൊണ്ടുപോയി മാതാപിതാക്കൾ അവിടെ ആക്കി അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്നാൽ അവൾക്ക് രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹം പറയുമ്പോൾ ചെയ്യുന്നത് മാതാപിതാക്കൾക്കത് വീട്ടിൽ വന്ന് ഉണ്ടാക്കി കൊടുക്കാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഉണ്ടാക്കാനോ ഒന്നും സമയമില്ല. അപ്പം അതുകൊണ്ട് വീട്ടിലൊരു കാര്യസ്ഥനുണ്ട്. ആ കാര്യസ്ഥനിൽ ആഴ്ചയുടെ അവസാനം ഭക്ഷണം കൊടുത്തു വിടും. ഇനി ഈ മകൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഈ കാര്യസ്ഥനെ പറഞ്ഞയക്കും. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോ ഡോക്ടറിൻ്റെ അടുത്തോ കൊണ്ടുപോകും. പിന്നെ പതുക്കെ ഈ മകൾക്ക് ഈ കാര്യസ്ഥനുമായിട്ട് ഒരു അടുപ്പം വരികയാണ് ചെയ്യുന്നത്. പതുക്കെ പുറത്തേക്കൊന്ന് പോകുവാൻ തുടങ്ങി. അവളുടെ മനസ്സെല്ലാം അവനത് കണ്ടറിഞ്ഞു. ഔട്ടിങ്ങിന് പോകുവാൻ തുടങ്ങി. അവരുടെ ബന്ധം ഊഷ്മളമാകുവാനായിട്ട് തുടങ്ങി. അവളുടെ വേദനകളും ദുഃഖങ്ങളുമെല്ലാം അവനോട് പറയുവാനായിട്ട് അവൾ തയ്യാറായി. അവനതിനു വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെ അവൾ ഡോക്ടറൊക്കെ ആയി. വിവാഹ ആലോചനകളൊക്കെ വന്നു. മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷമായി. അവരെപ്പോലെ നല്ലൊരു നിലയിൽ ഈ മകൾ എത്തുകയാണ്. പല വിവാഹ ആലോചനകളും വന്നുകൊണ്ടേയിരുന്നു. ഒന്നും നടക്കുന്നില്ല. ഈ മകൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഏറ്റവും അവസാനം മാതാപിതാക്കൾ മകളോട് ചോദിച്ചു, മകളെ, നിന്റെ ഡിമാൻഡ് എന്താണ്? നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അവളത് അല്പം ഭയത്തോടെയാണെങ്കിലും തുറന്നു പറഞ്ഞു, എനിക്കാരെയും വേണ്ട, ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, ആ ആളെ മാത്രം എനിക്ക് മതി. ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്നെ എപ്പോഴും സഹായിക്കുന്ന, നമ്മളെയൊക്കെ സഹായിക്കുന്ന നമ്മുടെ കാര്യസ്ഥൻ തന്നെ എന്ന്. മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമവും ദേഷ്യമൊക്കെയായി. കാരണം എന്താ? ചേർത്താൽ ചേരുന്നതല്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. ഈ മകളേക്കാൾ പ്രായം കൂടുതൽ ഒരു വശത്ത്.
ഈ മകൾ ഡോക്ടറാണ്, 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തി. പിന്നെ അവരുടെ ദൈവവിശ്വാസം അത് വേറെയായിരുന്നു. വളരെ ചെറിയ ഒരു കോളനിയിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ സ്വന്തം മകളെ ഇറക്കി വിടുക, വർഷങ്ങളോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ചത് ഈ മകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ മകൻ്റെ കൂടെ ഇറക്കി വിടുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള, അല്ലെങ്കിൽ ഏതു മാതാപിതാക്കളെയും സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇവൾ ശാഠ്യം പിടിച്ചു, എനിക്ക് ഇതല്ലാതെ വേറൊന്നും വേണ്ട എന്ന്. ഇവൾ ശാഠ്യം പിടിക്കുവാൻ കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം സമ്പത്ത്, അതിൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് ഒരു വശം മാത്രമാണ്. ഇവൾ രോഗിയായിരുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മാതാപിതാക്കൾ പറഞ്ഞുകൊണ്ട് തന്നെ ആണ് ഈ കാര്യസ്ഥൻ ചെയ്തത്. കാര്യസ്ഥനാണ്. ഇവക്ക് വേണ്ടപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുത്തത് ഇദ്ദേഹമാണ്. പതുക്കെ പതുക്കെ ഇവളുടെ അഭിരുചികളൊക്കെ മനസ്സിലാക്കി, അവളെ മനസ്സിലാക്കി പുറത്തേക്ക് കൊണ്ടുപോയതെല്ലാം ഇദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാൻ പിടിക്കാൻ പോകുന്നത് പുളിങ്കൊമ്പിൽ തന്നെയാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം ഇങ്ങനൊരു വിവാഹത്തിന് സമ്മതിച്ചില്ല എങ്കിൽ ആത്മഹത്യ എന്ന് അവൾ കട്ടായം പറഞ്ഞു. ഭയചകിതരായ മാതാപിതാക്കൾ അവസാനം അത് മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കേണ്ട ഒരവസ്ഥ വന്നു. വിവാഹത്തിന് മുന്നോടിയായിട്ട് ലക്ഷങ്ങൾ വില മുടക്കി ഒരു വലിയൊരു വീടൊക്കെ വെച്ചു. കാരണം ഇവൻ്റെ വീട് കോളനിയിലാണ്, അങ്ങോട്ട് പോകുവാനായിട്ട് പറ്റുന്നില്ല, സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. അങ്ങനെ ഇവരുടെ വിവാഹം ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ദേഷ്യവും സങ്കടവും ദുഃഖവും പരാതിയും തങ്ങളോട് തന്നെ അമർഷമൊക്കെ ഉണ്ട് ഈ മാതാപിതാക്കൾക്ക്. പക്ഷേ നടത്താതിരിക്കുവാനായിട്ട് പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ വിവാഹം അങ്ങനെ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2.5-3 വർഷമായി. എന്നാൽ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് സാധിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അവരുടെ ജീവിതം ഏകദേശം നീണ്ടു നിന്നത് 3-3.5 മാസം. 3-3.5 മാസമാണ് അവർക്ക് ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് സാധിച്ചത്. ആദ്യകാലങ്ങളിലെ കെയറിങ് എല്ലാം അതൊരു അഭിനയമായിരുന്നു. വേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ വഴക്കായി, ദേഷ്യമായി, അസ്വസ്ഥതയായി, അങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നെ ഇദ്ദേഹത്തെ ഒരു ഫംഗ്ഷൻ കൊണ്ടുപോകുമ്പം മറ്റു പല ആൾക്കാരും കമൻ്റ് പറയുന്ന സ്ഥിതിവിശേഷവും എല്ലാം കൂടെ ആകെ ബുദ്ധിമുട്ടായി അവസാനം അവർ സെപ്പറേഷൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവിതം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ അധ്വാനിക്കുന്നത്, സമ്പാദിച്ചു കൂട്ടുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലൊക്കെ ആദ്യമേ എന്തോ ഒരു ചിന്ത കയറിയിട്ടുണ്ട്. സമ്പത്തിന് മാത്രമേ സന്തോഷകരമായ ഒരു ജീവിതം കൊടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന്. അപ്പം അതിനു വേണ്ടിയിട്ട് ബാക്കിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥിതിവിശേഷം. 12 മുതൽ 18 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ എനിക്കറിയാം. പിന്നീട് സാമ്പത്തികമായ അഭിവൃദ്ധിയുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു വൈകാരികമായ അടുപ്പം മക്കളുമായിട്ടോ ജീവിത പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ കൂടെയുള്ള വ്യക്തികളായിട്ടോ ഒന്നും സ്ഥാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ലാത്ത അവസ്ഥ. ഇതാണ് ഇന്നത്തെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥ മാറിയെടുക്കുവാനായിട്ട് എന്തു ചെയ്യണം? മേൽപ്പറഞ്ഞ സംഭവത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു മകൻ അല്ലെങ്കിൽ മകൾക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെ വന്നാൽ കിട്ടാത്തത് അന്വേഷിച്ച് പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് സ്നേഹമാണ്, അംഗീകാരമാണ്, കാരുണ്യമാണ്, ദയയാണ്, അകമഴിഞ്ഞ പ്രോത്സാഹനമാണ്. അത് കിട്ടാതെ വന്നു കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ അത് കൊടുക്കുവാനായിട്ട് തയ്യാറായാൽ അവരിലേക്ക് ഒരു വൈകാരികമായ ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞ സംഭവത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. കാരണം ഇതിനു വേണ്ടിയിട്ട് ഇതാണ് മനുഷ്യന്
മറ്റുള്ള എന്തിനേക്കാൾ കൂടുതലായിട്ട് ആവശ്യം, അതിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെയൊക്കെ മറന്നുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ മറ്റൊരു വ്യക്തിയോട് കൂടെ പോകുന്നത് കാണുവാനായിട്ട് സാധിക്കുക. എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല കേട്ടോ, ചില വ്യക്തികൾ മാത്രം. മറ്റു ചിലത് ചിലപ്പോൾ വഞ്ചനകളിലോ ഒക്കെ വീണ് പോകുന്ന വ്യക്തികളും, അതോടൊപ്പം തന്നെ ഒരു എടുത്തുചാട്ടം, ഒരു തീവ്രമായൊരു പ്രണയം ഒരു നിമിഷം തോന്നുന്നു, പിന്നെ അതിനെ നിയന്ത്രിക്കാൻ പറ്റാതെ എടുത്തു ചാടുന്ന നിമിഷങ്ങളും സുലഭമാണ്. ആയതിനാൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യുവാനായിട്ട് നമുക്ക് എന്ത് സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒന്നും രണ്ടും മക്കളെ മിക്ക കുടുംബങ്ങളിലും ഉള്ളൂ. കുറച്ച് നാളുകളായിട്ട് ആ സ്ഥിതിവിശേഷം മാറുന്നുണ്ട്. മക്കൾ ധാരാളം വേണം, 3, 4, 5 മക്കൾ വേണമെന്ന ചിന്തയൊക്കെ ചില മാതാപിതാക്കൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ 4, 5 മക്കളൊക്കെ ഉള്ളവരെ കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. അതൊക്കെ ഇങ്ങനെ റയറായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ദൈവമാണ് മക്കളെ തരുന്നത്. അങ്ങനെയുള്ള മക്കളെ വളർത്തുവാനായിട്ട് മാതാപിതാക്കൾക്ക് എല്ലാ ശക്തിയും ദൈവം കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രൈം ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയുള്ള സമയമാണ്. പ്രൈം ടൈം, പ്രധാനപ്പെട്ട സമയം. മാതാപിതാക്കൾ ജോലിക്കാരാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയം, മക്കൾ സ്കൂളിലൊക്കെ പോയി ട്യൂഷനൊക്കെ പോയി അവസാനം അവരും ഫ്രീ ആകുന്ന സമയം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടത്, ഈ 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിന് എന്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? ഈ മണിക്കൂറുകളിലെല്ലാം ന്യൂസ് കേൾക്കാനും അല്ലെങ്കിൽ മറ്റ് അതുപോലുള്ള ഗെയിമോ അതുപോലുള്ള സിനിമകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സീരിയൽ കാണാനോ ഒക്കെ ആയിട്ട് TV ഓപ്പൺ ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്. കാരണം ഓരോ ചാനലിൻ്റെയും റേറ്റിംഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത്. ഇനി അമ്മമാരാണെങ്കിൽ അടുക്കളയിൽ തിരക്കുള്ള അമ്മമാരുണ്ട്. ഇനിയും ചിലപ്പോൾ മക്കളായാലും അവരെന്താണ് ചെയ്യുന്നത്? അവർ പഠിക്കുവാനുണ്ട്, എന്നാൽ മറുവശത്ത് വളരെ ചെറുപ്പത്തിലേ തന്നെ അവർക്ക് ഗാഡ്ജറ്റ്സ്, മൊബൈല്, ലാപ്ടോപ്പ് എല്ലാ ഉപകരണങ്ങളും ഉണ്ട്, സ്വന്തമായ ഒരു മുറിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഒരു മുറിക്കുള്ളിലേക്ക് ഒന്നെങ്കിൽ ഒതുങ്ങിക്കൂടാം, അല്ലെങ്കിൽ ആ മുറിക്കുള്ളിൽ തന്നെ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ആ സ്ക്രീനിന് മുമ്പിൽ ഒതുങ്ങിക്കൂടാം. അപ്പം അങ്ങനെ സമയം മുമ്പോട്ട് പോകുന്നു. പ്രാർത്ഥനയൊക്കെ വളരെ ചുരുക്കമായിട്ട്, പഴയ കാലഘട്ടങ്ങളിലെ പോലെയുള്ള ഒരു ആവേശമോ തീഷ്ണതയോ ഒക്കെ അങ്ങനെ കാണുവാനായിട്ട് എല്ലാ കുടുംബങ്ങളിലും സാധിക്കുന്നില്ല. എന്നാൽ അതൊക്കെ കൃത്യമായി ചെയ്യുന്ന കുടുംബങ്ങളും ധാരാളമാണ്. ഇനി ഈ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ തന്നെ എല്ലാവരും ഒരുമിച്ച് വരിക, പങ്കെടുക്കുക, അതൊക്കെ ചില കുടുംബങ്ങളിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കുടുംബങ്ങളിൽ അത് പ്രായോഗികമായിട്ട് പറ്റുന്നില്ല. കാരണം പ്രാർത്ഥനയൊക്കെ തുടങ്ങി പകുതിയാവും വരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പോലും ഗാഡ്ജറ്റ്സിലേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഊർജ്ജസ്വലത ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. കാരണം വിശ്വാസം ഹൃദയത്തിൽ നിന്ന് വരാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളും അതിന് പിന്നിലുണ്ട്. ഇനി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം, അത് ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നുള്ളൂ. അങ്ങനെ കഴിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന കുടുംബങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരൊക്കെ അങ്ങനെയുള്ളവരായിരിക്കാം. ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ്, അത് വേണം. എന്നാൽ അതെല്ലാം മാറ്റിക്കൊണ്ട് അവരുടേതായ ലോകത്ത് ഒരു പാത്രമൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കുകയാണ്. കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നോ അതിൻ്റെ രുചി എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാനോ അറിയാനോ പറ്റാത്ത അവസ്ഥ. ഞാൻ പറയുന്നത് കൂടിപ്പോയിട്ടില്ല, അതിനകത്ത് അതിശക്തിയില്ല. ചില വ്യക്തികളൊക്കെ പറയുന്ന കാര്യങ്ങളാണിത്. ഈ ഒരു അവസ്ഥയിലൂടെ മുമ്പോട്ട് പോകുന്നു. പിന്നെ ഇങ്ങനെ ജീവിതം ഇങ്ങനെ യാന്ത്രികമായിട്ട് പോകുന്നു. അവിടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒന്നും പങ്കുവയ്ക്കുവാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ, ഒരു ഇമോഷണലായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കുടുംബാംഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അംഗങ്ങൾ തമ്മിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ. എന്നാൽ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. 4 മക്കളുണ്ട്, അപ്പനും അമ്മയുണ്ട്.
അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ വിദേശ രാജ്യത്താണ് താമസിക്കുന്നത്. അവർ പറയാറുണ്ട്, ഈ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്ന് ഈ ഒരു 6:30-7 മണി മുതൽ 9 മണിയുള്ള സമയത്ത് ഞങ്ങൾ ഈ മക്കളോടൊപ്പം ആയിരിക്കുവാനായിട്ട് ശ്രമിക്കും. കുറേ നേരം അവരുടെ കൂടെ ആയിരിക്കും. അവർ പഠിക്കുന്ന സമയത്ത് അവരെ പഠിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ സമയം ചെലവഴിക്കും. ട്യൂഷനൊന്നും വിടുന്നില്ല. ഞങ്ങൾക്ക് അത്യാവശ്യം പറഞ്ഞു കൊടുക്കാനൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അവരെ പഠിപ്പിക്കും. പിന്നെ അവർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിലെ ഓരോ കാര്യങ്ങളും, അവിടെ നടന്ന കാര്യങ്ങൾ, ടീച്ചർ പറഞ്ഞ കഥകൾ, ടീച്ചർ വഴക്ക് പറഞ്ഞ നിമിഷങ്ങൾ, അല്ലെങ്കിൽ കൂടെയുള്ള കുട്ടികൾ കാണിച്ച വികൃതികൾ, ഇതെല്ലാം ഈ കുഞ്ഞു മക്കൾ ഈ മാതാവിനോടോ പിതാവിനോടോ പങ്കുവയ്ക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ ചോദിക്കൂ, അമ്മയുടെ ജോലി ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു, ഓഫീസിൽ എങ്ങനെയുണ്ടായിരുന്നു, അപ്പച്ചൻ്റെ ജോലി ഇന്ന് ഓഫീസിൽ എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ കുഞ്ഞുമക്കളോട് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം. പിന്നെ അവർ ഒരുമിച്ചിരുന്ന് ഈ ഹോംവർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ഈ മക്കളോടൊപ്പം കൂടുകയാണ്. ഒരു യാത്രയാണ്, മക്കളോടൊപ്പമുള്ള യാത്ര. പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് അവർ പ്രാർത്ഥിക്കുന്നു. വാർത്തകളും അതോടൊപ്പം തന്നെ അവർക്ക് മനസ്സിന് സന്തോഷം കൊടുക്കുന്ന പ്രോഗ്രാമൊക്കെ അവർ ഒരുമിച്ചിരുന്ന് കാണുന്നു, കുടുംബസമേതം കാണുന്നു. 9-9:30 ആകുമ്പോഴത്തേക്കും മക്കളുടെ ലോകത്തേക്ക്, അവരുടെ പഠനത്തിലേക്ക് അവരെ വിടുകയാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളോടൊപ്പം അത്രയും സമയം സ്പെൻഡ് ചെയ്യുവാനായിട്ട്, ഒരു ദിവസം സ്പെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അവരുടെ മുറിയിലൊക്കെ ഒന്ന് എത്തി അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കി അവസാനം സന്തോഷത്തോടെ ചിലപ്പോൾ ചില സമയത്തൊക്കെ നെറ്റിയിലൊരു ചുടുചുംബനമൊക്കെ കൊടുത്ത് അങ്ങനെ അവരെ സ്നേഹത്തോടെ ഒരു താലോലിച്ച് അങ്ങനെ അവരെ ഉറക്കത്തിലേക്ക് നയിക്കുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ നിങ്ങൾ മക്കൾ പഠിച്ചോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പനെ അമ്മേനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഗ്യാരണ്ടി, ഒരു അഷുറൻസ് കൊടുത്തിട്ട് അവരെ പഠിപ്പിക്കാനായിട്ടിരിക്കുന്ന ആ മാതാപിതാക്കൾ. ഒരു ഇഴയെടുപ്പമുള്ള ഒരു കുടുംബ ബന്ധമാണ് അവിടെ വളർന്നു വരുന്നത്. ഇനി മറുവശമുണ്ട്. ഈ വൈകുന്നേരമുള്ള സമയം 7-9 അല്ലെങ്കിൽ 10 വരെയുള്ള സമയം ഈ സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇത് പറയുവാനായിട്ട് അപ്പൻ്റെയോ അമ്മയുടെ അടുക്കലെത്തുമ്പോൾ അവരുടെ സ്വഭാവം എന്താണ്? ഒരു ടീനേജർ പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. വലിയ വേദനയിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോയപ്പം എൻ്റെ വീട്ടിൽ അപ്പനോടോ അമ്മയോടൊക്കെ പറയാനായിട്ട് വന്നു പോയപ്പോൾ അവരും വേറെ ഏതോ ലോകത്താണ്, സോഷ്യൽ മീഡിയയുടെ ഒരു ലോകത്താണ്. എന്നെ കേൾക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല, എന്നെ കേൾക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല, ദേഷ്യപ്പെട്ട് ഓടിച്ചുവിടുകയാണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് എനിക്ക് ഇവരോട് കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കുക? കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ മാതാപിതാക്കൾ പറയും, മക്കൾ ഞങ്ങളെ കേൾക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു ഇഴയെടുപ്പം ചെറുപ്പത്തിലേ അവിടെ അസ്തമിച്ചു, അതുകൊണ്ട് അവർക്കത് സാധിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ മാതാപിതാക്കളുടെ കഷ്ടപ്പാടും വേദനയും അറിഞ്ഞ് വളർന്ന മക്കളാണെങ്കിലോ സ്നേഹമുള്ളൊരു വലിയൊരു വ്യത്യാസമാണ് അവിടെ നടക്കുന്നത്. നമുക്കറിയാലോ, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. ജ്ഞാനം, പ്രായത്തിൽ. അപ്പോൾ ഈ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു. ആ കുടുംബത്തിൽ ഈശോ ജനിച്ചു വളർന്നപ്പം മാതാപിതാക്കളുടെ അവർ ചെയ്ത ജോലികളിലൊക്കെ സഹായിക്കുമായിരുന്നു. യേശു പിതാവ് മരപ്പണിക്കാരനായിരുന്നു. മരപ്പണിക്കാരനായ, അല്ലെങ്കിൽ ആ ഒരു രംഗത്ത് യേശു പിതാവിനെ പറ്റുന്ന രീതിയിൽ സഹായിക്കുവാനായിട്ട് ബാലനായ ഈശോ തയ്യാറാകുമായിരുന്നു. മാതാവ് നന്നായിട്ട് തുന്നാൻ അറിയാമായിരുന്നു. നന്നായിട്ട് വസ്ത്രങ്ങളൊക്കെ നെയ്തെടുക്കുമായിരുന്നു. ഈശോയുടെ ചില മേലങ്കികൾ പോലും മാതാവാണ് നെയ്തെടുത്തതെന്ന് പറയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈശോ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ വേദനയും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഈശോയും വളർന്നു വന്നത്. അങ്ങനെ വന്നപ്പം ഈ ഗാഗുൽത്താമലയുടെ വിരിമാറിലേക്കുള്ള യാത്രയിൽ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും കൈമുതലായിട്ടുണ്ട്. അവിടെയും ഒരു ഇമോഷണൽ സപ്പോർട്ട് ഈശോയ്ക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. മാതാവിൻ്റെ ഒരു നോട്ടം നമുക്കറിയാലോ. കുരിശിൻ്റെ വഴിയിൽ മാതാവ് ആ 4 സ്ഥലത്ത് ഈശോയും മാതാവും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗം, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. ആ നോട്ടത്തിന് വലിയൊരു ശക്തിയാണ്. ഒരു നോട്ടം,
ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ മോനെ, നിൻ്റെ കൂടെ ഉണ്ട്, നീ ഒറ്റയ്ക്കാണ് എന്ന് തോന്നും, എല്ലാവരും അപഹസിക്കുന്നു പരിഹസിക്കുന്നു, പക്ഷേ എനിക്കിപ്പോൾ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ നീ പൊക്കോ, നിൻ്റെ കൂടെ ഞാനുണ്ട്, വലിയൊരു ആശ്വാസം, ദൈവം കൂടെ ഉണ്ട് കേട്ടോ, അതുപോലെ ഞങ്ങളും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ഈ മാതാവ് കൊടുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ജീവിതം വിജയിക്കുക. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്ന ഒരേ ഒരു കാര്യം ഇതാണ്: നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്തൊക്കെയോ നേടണമെന്ന് ആഗ്രഹിച്ച് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്. ചിലർ പറയാറുണ്ട്, അച്ചോ 4 അല്ലെങ്കിൽ 5 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പത്തുണ്ട് എന്ന്. അത്രയും സമ്പത്തുണ്ടായിട്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യവുമില്ല. നമുക്കറിയാലോ, ചില കമ്പനികൾ നന്നായിട്ട് അപ്പനും അമ്മയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും, പിന്നെ മക്കളെ ഏൽപ്പിക്കും. ഈ പറയുന്ന അപ്പനോ അമ്മയോ അധികം പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവർക്കത് നടത്തിക്കൊണ്ട് പോകാനുള്ളൊരു നേക്കുണ്ടാവും. എന്നാൽ ഈ മകനെയോ മകളെയോ ഒക്കെ അപ്പനും അമ്മയും ഇത് പഠിക്കാനുള്ള MBA അല്ലെങ്കിൽ അതുപോലുള്ള കോഴ്സുകളൊക്കെ പഠിപ്പിക്കും, വിദേശ രാജ്യത്തൊക്കെ വിട്ട് പഠിപ്പിക്കും. അവർ തിരിച്ചു വന്നു കഴിഞ്ഞ് ഇതങ്ങ് ഏൽപ്പിച്ച് കഴിയുമ്പം ഒന്നും ചെയ്യുന്നില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കമ്പനിയെല്ലാം പൊട്ടിത്തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ. അവസാനം അതെല്ലാം മാറ്റിയിട്ടൊരു വാടക വീട്ടിൽ പോയി താമസിക്കേണ്ടി വന്ന ഒരു സഹോദര ജീവിതം എനിക്കറിയാം. ബിസിനസ്സിൽ നന്നായിട്ട് കയറി വന്നു, പക്ഷേ അവസാനം മക്കളെ ഏൽപ്പിച്ചു, അവസാനം എല്ലാം പൊട്ടിത്തകർന്നു, അവസാനം വാടക വീട്ടിൽ അഭയം തേടേണ്ട അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ചെറുപ്പത്തിലെ തന്നെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ചറിഞ്ഞ് അങ്ങനെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു വ്യത്യാസമാണ്. ഇനി മക്കളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എൻ്റെ അപ്പൻ എൻ്റെ അമ്മ അവരുടെ ജീവിതാവസ്ഥയിൽ അവരെ എത്രമാത്രം കഷ്ടപ്പാടിലൂടെയാണ് വളർന്നു വന്നേ. അവരുടെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് അവർ വളർന്നു വന്നേ. അവരുടെ വിദ്യാഭ്യാസം എൻ്റെ അത്രയൊന്നും ഇല്ലാതായിരിക്കാം, എനിക്കെല്ലാം നൽകാനായിട്ടാണ് അവർ ഇത്രമാത്രം ശ്രമിച്ചത്. അവരെ ഞാൻ ബഹുമാനിക്കും, റെസ്പെക്റ്റ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കരുതുന്ന മക്കളുണ്ട്. എത്രമാത്രമാണ് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് അതോർക്കുന്ന മക്കളുണ്ട്. ചിലപ്പോൾ വിദേശ രാജ്യത്തു നിന്ന് പോലും ഒരു സർപ്രൈസ് വിസിറ്റിംഗ് പോലെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ ബർത്ത്ഡേക്കൊക്കെ വരുന്ന, അങ്ങനെ വിഷ് ചെയ്യുന്ന മക്കളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പം അപ്പൻ്റെയും അമ്മയുടെയും ബർത്ത്ഡേ ആണ്, ഇതാ മകൻ അല്ലെങ്കിൽ മകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇവർ രോഗിയായിട്ട് കിടക്കുമ്പം എല്ലാ മാതാപിതാക്കൾക്കും വിദേശ രാജ്യത്തേക്കൊന്നും പോകാനായിട്ട് ഇഷ്ടമില്ല. രോഗിയായിട്ട് കിടക്കുന്ന സമയത്ത് എനിക്കറിയാം, ജോലി റിസൈൻ ചെയ്ത് വന്ന് അപ്പൻ്റെയും അമ്മയുടെയും കൂടെ താമസിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്ത മക്കളെ എനിക്കറിയാം. ഇഴയെടുപ്പമുള്ള കുടുംബ ബന്ധങ്ങൾ. ചുരുക്കത്തിൽ, കുടുംബത്തിൽ സംഭാഷണമുണ്ടെങ്കിൽ, കുടുംബത്തിൽ ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ വലിയ ശക്തിയാണ് ആ കുടുംബത്തിൽ. ആ കുടുംബത്തിലെ ഇഴയെടുപ്പം അതാർക്കും തകർക്കുവാനായിട്ട് പറ്റില്ല. സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെങ്കിൽ പോലും നല്ല ബന്ധം, അപ്പനും അമ്മയും മക്കളും തമ്മിൽ നല്ല ബന്ധം, ഗ്രാൻഡ് പേരൻസും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ പിന്നെ ആ കുടുംബത്തെ ആർക്കും തകർക്കാനാവില്ല. സാമ്പത്തികമൊക്കെ അതൊക്കെ പുറകെ അങ്ങ് വന്ന് ചേർന്നോളും. ഇഴയെടുപ്പമുള്ള ബന്ധമാണ് വേണ്ടത്. ഒന്ന് തുറന്നു പറയാൻ, ഒന്ന് കേൾക്കാൻ, ഒന്ന് ഓടിയെത്താൻ, അത്രമാത്രം മതി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം ചൊരിഞ്ഞ നന്മകളുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വലിയ വിശ്വാസത്തോടെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നവരായിരിക്കാം. അവരൊക്കെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. അവരൊക്കെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാവാം, സംരക്ഷിക്കുന്നുണ്ടാവാം. ദൈവത്തിന് നന്ദി പറയണം. എന്നാൽ മറുവശത്ത് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെ വന്ന് ഇനി കിട്ടിയത് കൂടിപ്പോയി അങ്ങനെ വഴുതിമാറിയ കുടുംബങ്ങളും മക്കളുകളും എന്നും കണ്ണുനീരോടുകൂടി ജീവിക്കുന്ന കുടുംബങ്ങളുമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷം. ഈശോയെ, എന്നെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവരുടെ ജീവിതങ്ങളിലേക്ക് നൽകിയ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. എന്നാൽ ഇഴയെടുപ്പമില്ലാത്ത കുടുംബങ്ങൾ, മക്കളുടെ സാന്നിധ്യമില്ലാത്ത കുടുംബങ്ങൾ, ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് മനസ്സ് കലങ്ങി ജീവിക്കുന്ന മാതാപിതാക്കൾ, ആരുമില്ല എന്ന ചിന്തയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ നാഥ ഈ നിമിഷം സമർപ്പിക്കുകയാണ് ചെയ്തത്. ദൈവമേ, വലിയൊരു വിജ്ഞാനം, വിസ്ഡം കൊടുത്ത് പുതുതലമുറയെ അനുഗ്രഹിക്കണമേ. ഇഴയെടുപ്പമുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.